ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോമ്പാചരണത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാം. അത് തുടങ്ങുന്നത് വിഭൂതി തിരുനാൾ ആഘോഷം മുതലാണ്. സഭയുടെ ആദ്യകാലം മുതൽ ഉണ്ടായിരുന്ന വിഭൂതി തിരുനാൾ ആഘോഷത്തിലെ ചില ചടങ്ങുകൾ, പ്രത്യേകിച്ച് 6-ാം നൂറ്റാണ്ടിൽ ഊർബൻ 2-ാമൻ മാർപ്പാപ്പയുടെ കാലത്ത് പ്രത്യേകമായ വിധത്തിൽ ചില നിർദ്ദേശങ്ങളും ക്രമീകരണങ്ങളൊക്കെ കാര്യത്തിൽ വരുത്തി. ആ ആദ്യകാലത്ത് പരസ്യപാപികളെന്നറിയപ്പെടുന്നവർ, കുറ്റവാളികളായിട്ടുള്ളവർ, സഭയിലേക്ക് വിശ്വാസ കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നവർ, അവർ അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെ ആ കാലഘട്ടത്തിൽ ഈ 40 ദിനങ്ങളോളം അവർ ശിരസിൽ ചാരം പൂശിയും അതുപോലെ ചാക്കുവസ്ത്രം ഉടുത്തും ഉപവസിച്ചും പ്രായശ്ചിത്തം ചെയ്തും കഴിയും. പെസഹ തിരുനാളിൻ്റെ അന്നാണ് അവർ പിന്നെ പൊതു വിശ്വാസ സമൂഹത്തോട് ചേരുന്നത്. ഏതാണ്ട് 10-ാം നൂറ്റാണ്ടിൽ മഹാനായ ഗ്രിഗറി മാർപ്പാപ്പയാണ് ഈ ഒരു പതിവിനും വ്യത്യാസം വരുത്തി നെറ്റിയിൽ ഭസ്മം കൊണ്ട് കുരിശു വരച്ചിട്ടുള്ള വിഭൂതി ആചരണ നടപടി തുടങ്ങിയത്. നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് അങ്ങനെയുള്ളൊരു ചരിത്ര പശ്ചാത്തലമല്ല. എന്നാൽ ഈ വിഭൂതി തിരുനാളിൻ്റെ അന്ന് നമ്മുടെ നെറ്റിയിൽ ഭസ്മം കൊണ്ട് കുരിശ് വരയ്ക്കുമ്പോൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഇങ്ങനെയാണ്: മനുഷ്യ, നീ പൊടിയാണ്, പൊടിയിലേക്ക് മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനമാണ്. ആദ്യ മാതാപിതാക്കളുടെ പാപശേഷം അവർക്കുണ്ടായ ആ വലിയ അധപതനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവരനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളെക്കുറിച്ചൊക്കെ ദൈവം അവരോട് അരുളിച്ചതിന് ശേഷം പറയുകയാണ്: നീ പൊടിയാണ്, പൊടിയിലേക്ക് മടങ്ങും. മനുഷ്യൻ അമർത്യനാകാൻ ആഗ്രഹിച്ചു. നീ മരിക്കുകയില്ല എന്ന് പിശാച് പറഞ്ഞപ്പോൾ മരണമില്ലായ്മ ദൈവം അവനെ ഉരുവാക്കിയ സമയത്ത് തന്നെ അവന് കൊടുത്തിരുന്നു, ആത്മീയ മരണമില്ലായ്മ. എന്നാൽ സാത്താൻ്റെ പാഴ്വചനങ്ങളിൽ കുടുങ്ങി അവർ പാപം ചെയ്ത് ദൈവവുമായിട്ടുള്ള ബന്ധവിച്ഛേദനത്തിൻ്റെ അധപതനത്തിലേക്ക് പോയ അവസരത്തിൽ അവർ മരണഭയവും നാശത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടായ അവസരത്തിൽ അവന് ദൈവം ചില പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങളും കുറച്ച് കറക്ഷൻസൊക്കെ കൊടുക്കുന്ന ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വചനങ്ങൾ നമ്മൾ കാണുന്നത്. 14-ാമത്തെ വചനത്തിൽ പിഴച്ചുപോയ മാലാഖ പിശാചായിത്തീരുന്നതിൻ്റെ അടിസ്ഥാന വചനമുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനത്തിൽ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വരുന്ന യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ അമ്മയായ മറിയത്തെക്കുറിച്ചും യേശുവിനെ പരാജയപ്പെടുത്താൻ പോകുന്ന സാത്താനെക്കുറിച്ചുമുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കുറേ കാര്യം പറഞ്ഞ കൂട്ടത്തിലാണ് പറയുന്നത്: മനുഷ്യൻ, നീ പൊടിയാണ്, പൊടിയിലേക്ക് മടങ്ങും. മരണത്തെക്കുറിച്ചുള്ള ഒരു സൂചന അതിലുണ്ട്. നമ്മൾ ഈ നോമ്പ് കാലത്ത് മാത്രമല്ല, വിഭൂതി തിരുനാളിൻ്റെ അന്ന് മാത്രമല്ല, ഭസ്മം നെറ്റിയിൽ പൂശുന്ന അവസരത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ കാലങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് മരണത്തെക്കുറിച്ചുള്ളൊരു ചിന്തയിലേക്ക് നാം വരേണ്ടതുണ്ട്. മരണത്തെക്കുറിച്ച് പറയുമ്പോഴേ അസ്വസ്ഥപ്പെടുന്നവരുണ്ട്. എൻ്റെ കൂടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഞാൻ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറയും, പ്ലീസ് നെഗറ്റീവായ കാര്യങ്ങൾ പറയരുത് എന്ന് പറയും. അപ്പോൾ പിന്നെ ഒരിക്കൽ ഞാൻ പലതവണ അദ്ദേഹം ആവർത്തിച്ചപ്പോൾ മരണം എന്താണ്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് വിശദീകരണം നൽകിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനി മേലിൽ ഞാൻ ആ വാക്ക് പറയില്ല. നമ്മളൊക്കെ എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടവരല്ല. വിഭൂതി തിരുനാളിൻ്റെ അന്നോ നോമ്പ് കാലത്തോ അല്ലാത്തപ്പോഴോ എപ്പോഴും മരണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടവരല്ല നമ്മൾ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മരണത്തെക്കുറിച്ച്, ജീവിതാന്ത്യത്തെക്കുറിച്ച്, ഈ ലോക ജീവിതം കഴിഞ്ഞ് അതിനുശേഷം വരാൻ പോകുന്ന നിത്യജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. അത് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തലിൽ നമുക്ക് പ്രേരണ നൽകുന്ന തിരുനാൾ ആഘോഷമാണ് ഈ വിഭൂതി തിരുനാൾ. മരണം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത് എന്തു വലിയൊരു ദുരന്തം എന്ന അർത്ഥത്തിലാണ്. ദുരന്തമാകുന്ന ദുർമരണങ്ങളുണ്ട്, ആത്മഹത്യയും ഒരുക്കമില്ലാത്ത മരണവുമാണ്
ദുരന്തമായിട്ടുള്ള മരണം. എന്നാൽ അല്ലാത്തൊരു മരണാവസ്ഥയുണ്ട്. അതെന്താ ചോദിച്ചാൽ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ സമയത്തുള്ള ധ്യാനം. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനം ഇങ്ങനെയാണ്: ചുരുങ്ങിയ കാലം മാത്രം ദൈവം മനുഷ്യൻ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നത്. ലിമിറ്റഡ് നമ്പർ ഓഫ് ഡേയ്സ് ഗോഡ് ഹാസ് ഗിവൻ ടു മാൻ ടു ലിവ് ഓൺ ദിസ് എർത്ത്. ചുരുങ്ങിയ കാലം എന്ന് പറയാൻ കാരണം സ്വർഗത്തിൽ നിത്യതയിൽ ദൈവത്തോടൊത്തുള്ള മരണശേഷമുള്ള സ്വർഗവാസ കാലഘട്ടവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് ചുരുങ്ങിയ കാലം മാത്രമാണ്. അതൊരിക്കലും അവസാനിക്കാത്ത, ദൈവം നിത്യനായിരിക്കുന്ന പോലെ നമുക്ക് ആ നിത്യതയിൽ പങ്കാളികളാകാനുള്ള ഭാഗ്യം കിട്ടുന്ന ഒരവസ്ഥയാണ് സ്വർഗത്തിലെ ആ ഒരവസ്ഥ. അപ്പോൾ അതുവരെയുള്ള ഈ കാലഘട്ടം ചുരുങ്ങിയതാണ്. നമ്മൾ ഉരുവാക്കപ്പെട്ട നിമിഷം മുതൽ മരിക്കുന്ന സമയം വരെയുള്ള കാലഘട്ടം ചുരുങ്ങിയതാണ്. സങ്കീർത്തനം 139:16 ഇങ്ങനെ പറയും: അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകളിനെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. അപ്പോൾ എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ എന്ന് പറയുന്നത് എൻ്റെ ജീവിത ദൈർഘ്യമാണ്. 50, 80, 100, 110 ആകാം, 5, 8, 10 അല്ലെങ്കിൽ 1 വർഷം ആകാം. ഓരോരുത്തർക്കും ദൈവം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന സമയമുണ്ട്. ആ കാലഘട്ടത്തിൽ അയാളുടെ ജീവിതം എന്ന് പറയുന്നത് നിത്യതയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ലോക ജീവിതത്തിലെ ആ സമയം ചെറുതാണ്. അത് പൂർണ്ണമായി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? ദൈവം അവിടെ ഇടപെടുന്നുണ്ട്. ദൈവം ആ ഉരുവാക്കപ്പെട്ട നിമിഷത്തിൽ അവർ നിക്ഷേപിച്ചിരുന്ന ആത്മാവിനെ അയാൾ തിരിച്ചെടുക്കും. അയാൾ ദൈവ ഐക്യത്തിലാണ് ജീവിച്ചിരുന്നെങ്കിൽ ദൈവത്തെങ്കിലേക്ക് ആത്മാവ് പോകും. എന്നാൽ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ ആയിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടോ, ദൈവൈക്യമില്ലാതെയോ, സാത്താനോട് ഐക്യപ്പെട്ടോ, ദൈവത്തെ നിഷേധിച്ചോ ആണ് ജീവിച്ചതെങ്കിൽ അയാൾ ആത്മാവ് ശരീരം വേർപെടുമ്പോൾ ദൈവവുമായി ഐക്യപ്പെടുന്നില്ല. അതിനെയാണ് സഭ നരകമെന്ന് പറയുന്നത്. അയാൾ പിശാചുമായി ഐക്യപ്പെടും. അയാളുടെ ആത്മാവിനെ പിശാച് സ്വന്തമാക്കും. ആ പിശാചിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിലും അടിമത്തത്തിലും പിശാചിൻ്റെ എല്ലാ തിന്മകളിലും പങ്കാളിയാകാണ്ട് വരുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയാണ് നരകാവസ്ഥ എന്ന് പറയുന്നത്. നരകമെന്ന് പറഞ്ഞാൽ പിശാചിനുള്ള ഐക്യമാണ്. പൂർണ്ണമായ പിശാചിനുള്ള നിത്യതയിലുള്ള ഐക്യം, ഒരിക്കലും തിരിച്ചെടുക്കാനാവാത്തതും തിരുത്തപ്പെടാനാവാത്തതുമായൊരു ദുരവസ്ഥയാണ്. എന്നാൽ സ്വർഗം എന്ന് പറയുന്നത് ദൈവ ഐക്യത്തിലായിരിക്കുന്നു. അയാൾ എന്നേക്കും ഇവിടെ ദൈവത്തിലായിരിക്കും. ദൈവത്തിൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും എല്ലാ തരത്തിലുള്ള നന്മകളും അയാൾക്ക് ആസ്വദിക്കാൻ പറ്റും. ദൈവത്തെ മുഖാഭിമുഖം കാണും. ബിയാറ്റിഫിക് വിഷൻ എന്ന് പറയുന്ന ദൈവത്തെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടും. ദൈവത്തിൽ അയാൾ പൂർണ്ണമായിട്ട് ലയിക്കും. എന്നാൽ അയാൾ ഒരു മനുഷ്യ സൃഷ്ടിയായിരിക്കും, ദൈവം സൃഷ്ടാവായിരിക്കും. എന്നാൽ ആ മരണസമയത്ത് എന്ത് സംഭവിക്കും? സഭാപ്രസംഗൻ 12:7 പറഞ്ഞിട്ടുണ്ട്. സഭാപ്രസംഗൻ 12:7: ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്കും ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തെങ്കിലേക്കും പോകുന്നു. ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക്, നമ്മുടെ ഈ ശരീരം മണ്ണിനോട് ചേരും. ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തെങ്കിലേക്ക് പോകും. അപ്പോൾ മരണം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഈ ഒരു മരണ നിമിഷത്തിൽ ഒരു വ്യക്തിയുടെ ആത്മാവ് ദൈവ ഐക്യത്തിലേക്ക് പോകത്തക്ക വിധം ഈ ലോകത്തിൽ ജീവിച്ചിരുന്നിട്ട് അയാളെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞ് ഈ ലോകത്തുള്ള എല്ലാറ്റിനോടും വിട പറഞ്ഞ് ശരീരം വെടിഞ്ഞ് ആത്മാവ് ഒരു പൂർണ്ണ വ്യക്തിയാണ്. ബയോളജിക്കൽ ബോഡി, ജൈവ ശരീരം ഒഴികെ ബാക്കിയെല്ലാം ആ ആത്മാവിലുണ്ട് എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ആത്മാവ് ശരീരം വേർപെട്ട് പോകുമ്പോൾ ഒരു പൂർണ്ണ വ്യക്തിയാണ്. ജൈവ ശരീരം ഒഴികെ ബാക്കി എല്ലാം ഉള്ള ഒരു വ്യക്തി, ഓർമ്മയും അറിവും ഒക്കെയുള്ള ഒരു പൂർണ്ണ വ്യക്തിയാണ് ആ വേർപിരിഞ്ഞ് പോകുന്നത്. പക്ഷേ ഈ ആത്മാവ് ദൈവത്തെങ്കിൽ പൂർണ്ണമായിട്ട് എത്തണം, ലയിക്കണം. അതിനെക്കുറിച്ചുള്ള ചിന്ത ഉണർത്തുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പാചരണ കാലഘട്ടം. എന്ന് മാത്രമല്ല, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിൽ വരുന്നത് നല്ലതാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഏത് സമയത്തും നമ്മൾ ഈ ലോകം വിട്ടു പോകും. ഈ ലോകം വിട്ടു പോകുമ്പോൾ എൻ്റെ ആത്മാവ് ദൈവത്തെങ്കിലേക്ക് തിരിച്ചു പോകുമോ എന്ന് ആത്മശോധന ചെയ്യേണ്ട ഒരു സമയമാണിത്. അത് വിഭൂതി തിരുനാളിൻ്റെ അന്ന് നമ്മളത് ആരംഭിക്കുകയാണ്. അപ്പോൾ സഭ പാരമ്പര്യമായിട്ട് തുറന്നുകൊണ്ട് പോകുന്ന വിഭൂതി തിരുനാൾ തുടർന്നുള്ള നോമ്പാചരണം എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമാകാതെ അത് ദൈവ ഐക്യത്തിന് നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ടമായിട്ട് നമുക്ക് എടുക്കാം.
മരണത്തെക്കുറിച്ച്, മരണമുണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന, മരണത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന, ഇടയ്ക്കിടയ്ക്കൊക്കെ ധ്യാനിക്കുന്ന, മരണത്തിന് നമ്മെ തന്നെ ഒരുക്കുന്ന ഒരു ജീവിതക്രമം ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകിച്ച് പരിശീലിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു കാലമാണിത്. അതുകൊണ്ട് നമുക്ക് ഈ നോമ്പാചരണത്തിൻ്റെ ആദ്യ ദിനം തന്നെ, ഈ വിഭൂതി തിരുനാളിൻ്റെ അന്ന് തന്നെ നമ്മുടെ ജീവിതാന്ത്യം എന്നുള്ളത് മനസ്സിൽ ഓർത്തുകൊണ്ട്, ജീവിതാന്ത്യം ഉണ്ടെന്ന് ഓർത്തുകൊണ്ട്, ആ ജീവിതാന്ത്യത്തിന് ശേഷം, ഈ ലോക ജീവിതത്തിൻ്റെ അന്ത്യത്തിന് ശേഷം നിത്യജീവിതത്തിൻ്റെ ആരംഭമുണ്ട്, അത് നിത്യതയിൽ ദൈവത്തോടൊപ്പമുള്ള ജീവിതമാണെന്നുള്ള ചിന്തയിലേക്ക് നമ്മെ ഉണർത്തുന്ന ഒരു ധ്യാന കാലഘട്ടമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് നമുക്ക് ഒരുമിച്ച് ഒരു നല്ല ജീവിതത്തിനും നല്ല മരണത്തിനും ഒരുങ്ങാം. ഈശോയെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ഈ ലോകത്തിൽ ഏറ്റവും അഭിഷേകപൂരിതമായ അങ്ങയോട് ഐക്യപ്പെട്ട ഒരു വിശുദ്ധ ജീവിതവും, ഈ ലോക ജീവിതത്തിന് ശേഷം അങ്ങ് നിശ്ചയിച്ചിട്ട് നാളുകൾ കഴിയുമ്പോൾ മരണമെന്ന അനുഭവത്തിലൂടെ നിന്റെ നിത്യതയിലേക്കുള്ള പ്രവേശനം എല്ലാവർക്കും സാധ്യമാകേണ്ടതിന് ഒരു ആശീർവാദം ഇപ്പോൾ ഞങ്ങൾക്ക് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.